അപ്പൊ നമുക്ക് എന്നാ പിന്നെ പെട്ടെന്ന് ഒരു ക്വിക്ക് റാപ്പിഡ് ഫയർ ഉണ്ട്. ആർക്കും പറയാമോ അതോ രണ്ടുപേരും പറയണം. ഓക്കെ ഓക്കെ. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? എന്നോട് ഈ ചോദ്യം എന്നോടോ ബല ചോദ്യം. നീ? ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. ബട്ട് മോർണിംഗ് സ്റ്റാർട്ട്സ് ഫ്രം 10 o'clock ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ശരാശരി 12 ദിവസം തുടങ്ങുന്നത് 10 മണിക്കാണ്. അതെ, ആ രീതിയിൽ മോർണിംഗ് പേഴ്സൺ ആണ്. മോർണിംഗ് പേഴ്സൺ അത് മോർണിംഗ് ആവില്ല, അതല്ലേ. ഒരു 6 മണിക്ക് എണീറ്റാലും നമ്മള് വീണ്ടും കിടക്കും. അങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ടൈമില്ല. രാത്രി ഉറക്കമുണ്ട്, ഉറങ്ങും. സൈലൻസ് ആണോ ഇഷ്ടം, ഒരുപാട് സംസാരിക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടം സൈലൻസ് ആണ്. എനിക്ക് അപ്പുറത്തൊരു സൈക്കോണ്ട്. മനസ്സിലായില്ല, അരവിന്ദിന് മനസ്സിലായില്ല. അതായത് ഞാൻ ഒരുപാട് സംസാരിക്കും, അത് മറ്റുള്ളവർക്ക് വേണ്ടിട്ടാ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ അങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൈലൻസ് ആണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ ആളുകൾ കൂടി ഞാൻ ഒരുപാട് സംസാരിക്കും. അപ്പൊ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. രണ്ട് ധ്രുവങ്ങളിലാണ് ഞാൻ എന്റെ വളരെ കംഫർട്ട് സോണിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ എനിക്ക് കൂടുതലും ലിസൺ ചെയ്യാനാണ് ഇഷ്ടം. അവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. ഫസ്റ്റ് തിങ് യു ഡു ആഫ്റ്റർ വേക്ക് അപ്പ്? വെരി ഫസ്റ്റ് തിങ് ഫോൺ നോക്കല്. ജനുവലി ഒരു ടീക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ട് തൈറോയിഡ് മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ല, ആദ്യം തൈറോയിഡ് മെഡിസിൻ കഴിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ടൈം നോക്കാനെങ്കിലും ഫോണായിരിക്കും നോക്കാം. One habit you are trying to change? ഉറക്കമേടെ പ്രൊമോഷൻ വന്നതാണ്, അത് വിട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. റാപ്പിഡ് ഫയർ എന്നുള്ള പരിപാടി താൽക്കാലികമായി മാറ്റി വെച്ചിരിക്കുന്നു. എന്റെ ബേസിക്കലി ടൈമിങ് സമയത്തിന് പണ്ട് നമ്മുടെ ഷെഡിൽ ഔട്ട് ചെയ്യുന്ന സമയത്തും 3:30 നമുക്ക് ലൈവ്. അപ്പോഴും ഞാൻ ഓടിപ്പിടച്ച അരുൺ ചേട്ടനാ മേക്കപ്പ് മാൻ. ഇവിടെ നേരെ വന്ന് മേക്കപ്പ് റൂമിൽ കയറി ഓടുന്ന ഒരു പതിവുണ്ട്. അതുപോലെ ഫുഡ് കൊണ്ടോട് പ്രീതി ചേച്ചിയും ഈ ടൈമിങ്ങിന്റെ കാര്യം പറയും. ആ ലേറ്റ് ആയിട്ട് എത്തുക എന്നുള്ള ശീലം മാറ്റണം എന്നുള്ള ന്യൂ ഇയർ റെസൊല്യൂഷനിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരത്തെ അരവിന്ദ് പറഞ്ഞ 10 മണിക്ക് എത്തി. അതിന്റെ പുറകിൽ ഒരു വെളുത്ത കരങ്ങളുണ്ട്. ഈ സ്ഥിരം പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നത്. അയ്യോ രക്ഷയില്ല, മിസ്റ്റർ ലേറ്റ് എന്ന് പേരിട്ട് എന്തോന്ന് അപ്പുറത്തൊന്ന് വിളി കേൾക്കും. സിറ്റി ലൈഫ് ആണോ ഒരു കാം ലൈഫ് ആണോ ഇഷ്ടം? വീണ്ടും ഞാൻ പഴയ ഉത്തരത്തിലേക്ക് പോകും. എനിക്ക് താമസിക്കാൻ എന്താ അറിയോ, എനിക്ക് മറ്റേ വളരെ കാമായിട്ടുള്ള സ്ഥലത്ത് 2 ദിവസം താമസിക്കാം, ഒരു ചേഞ്ചിന്. അത് കഴിയുമ്പോ തൊട്ടടുത്ത് അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ അങ്ങനെ ശീലിച്ചു പോയല്ലോ, മോളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് താമസിക്കാൻ ഇഷ്ടം. എപ്പോഴും ഇത്തിരി തിരക്കുള്ള ഏരിയയാണ്, എന്നാൽ ഒരു ചേഞ്ചിന് എപ്പോഴും ഭയങ്കര രസമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ബോംബെയിലായിരുന്നു കഴിഞ്ഞൊരു 7-8 വർഷം. അപ്പൊ മുംബൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞു വന്നിട്ട് പറഞ്ഞ അപ്പൊ അവിടെ ബോംബെയിലുള്ളപ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും അതിന് ആ ഒരു ബോംബെക്ക് ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം ബോംബെയോട് തോന്നും. എന്താണെന്നറിയില്ല, അപ്പൊ ഫാസ്റ്റ് ലൈഫ് ആണ്, ബട്ട് സ്റ്റിൽ അവിടുത്തെ ഓരോ നൂക്ക് ആൻഡ് കോർണറും നമുക്ക് ഓരോ നല്ല മെമ്മറീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബോംബെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ നാട് കഴിഞ്ഞാൽ ബോംബെ ആണ് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സ്പേസ് കൂടെയാണ്. എല്ലാരെയും വെൽക്കം ചെയ്യുന്ന ഒരു നാടാണ്. എല്ലാരും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ ഇന്ത്യ തന്നെ മുംബൈക്കാണ്. എസ്പെഷ്യലി മലയാളീസ്. അയ്യപ്പൻ കോവിലുണ്ട്, ഗുരുവായൂരപ്പൻ ടെമ്പിൾ അവിടെ ഉണ്ട്, എല്ലാം മുരുകൻ കോവിലുണ്ട്. അവിടെ നടക്കാറുള്ള എല്ലാ മലയാളി സമാജം പ്രോഗ്രാംസും അവിടെ വരാറുണ്ട്.